Good morning and welcome back. You're listening to Radio Kerala 1476 AM. കൂടെയുള്ളത് അശ്വതിയാണ്. ആൻഡ് യെസ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് റേഡിയോ ക്ലിനിക്കിന്റെ സമയമാണ്. ആൻഡ് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രോ തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് എന്നുള്ളത്. ഇൻ ബിറ്റ്വീൻ ഓഫ് കോഴ്സ് ഇപ്പൊ ഡോക്ടർ കയറി വന്ന സമയത്താണെങ്കിലും എന്നെ കറക്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്, വിച്ച് ഇസ് ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം എന്നോട് കറക്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അശ്വതി, സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ എന്നാണ് അദ്ദേഹം ആദ്യം പറയണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അനീസ് സർ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അദ്ദേഹം ഹീസ് എ സൈക്കാട്രിസ്റ്റ്, വെരി വെൽ നോൺ ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇപ്പൊ മുമ്പ് ഞാൻ സാറിനെ പരിചയപ്പെട്ട സമയത്താണെങ്കിലും സാർ ഇവിടെ യു എയിൽ ഉണ്ടാവാറ് വളരെ കുറവാണ്. ഇവിടെ ഉണ്ടാവും 10 ദിവസം, പിന്നെ 10 ദിവസം കുവൈറ്റിലായിരിക്കും, 10 ദിവസം നാട്ടിലായിരിക്കും. അപ്പൊ അങ്ങനെ ഓടി നടന്ന് ആൾക്കാരെ ബേസിക്കലി നമ്മളെ പോലത്തെ ഓരോരോ വ്യക്തികളെയും മെന്റലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സർ. അപ്പം ഓഫ് കോഴ്സ് അനീസ് സർ ഇസ് ജോയിനിങ് us ഫ്രം റെയ്ഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ. ഈസ് എൻ MBBS DPM MD സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് ഇൻ സൈക്കാട്രി, റെയ്ഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ, ഷാർജ. സോ ആദ്യം തന്നെ സർ, വെൽക്കം. താങ്ക് യു. സോ സർ, ഇന്നിപ്പോ നമ്മുടെ ലിസണേഴ്സിനോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിച്ച് ഇസ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നതും അതേപോലെ തന്നെ സർ നമ്മളെ ജോയിൻ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, വിച്ച് ഇസ് ചിത്തഭ്രമം. അപ്പൊ ഈ ഒരു ചിത്തഭ്രമം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ആസ് എ ലേമാൻ, കോമൺ മാൻ ആയിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചോദിക്കും, സർ ഈ ചിത്തഭ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ ശോഭന, മണിച്ചിത്രത്താഴിലെ ശോഭന അല്ലേന്ന് ചോദിക്കും. പക്ഷെ ഒരു സയന്റിഫിക്കലി അതിനൊന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എക്സാക്ട്ലി എന്താണ് ചിത്തഭ്രമം എന്ന് പറയുന്ന ഒരു അവസ്ഥ? ഓക്കെ അശ്വതി, താങ്ക് യു ഈ ടോപ്പിക് ചൂസ് ചെയ്തിരുന്നു. ചിത്തഭ്രമം അഥവാ അതിന്റെ ശരിക്കുള്ള ഒരു ഇംഗ്ലീഷ് ടേം എന്ന് വെച്ചാൽ സ്കിസോഫ്രേനിയ എന്ന് പറയും. സ്കിസോഫ്രേനിയ അതിന്റെ വേർഡ് മീനിങ്ങിന്റെ അർത്ഥം തന്നെ സ്പ്ലിറ്റ് മൈൻഡ് എന്നാണ്. സ്പ്ലിറ്റ് മൈൻഡ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം, മൈൻഡിന്റെ വിഭജനമാണ് ഡ്യുവൽ മൈൻഡ്. അതായത് മൈൻഡിന് നമുക്കൊരു കൺട്രോൾ കിട്ടില്ല. അപ്പൊ നമ്മളെ തോട്ട് ഡിസ്റ്റർബ് ആയിരിക്കും, ബിഹേവിയർ ഡിസ്റ്റർബൻസ് ആയിരിക്കും, വൈസ്ലി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റാതെയും തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാലോ, ഡെഫിനറ്റ്ലി നമ്മളെ വർക്കുകളൊന്നും പ്രോപ്പർ ആവില്ല. കാരണം നിങ്ങളൊക്കെ ഇപ്പൊ ഈ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതൊക്കെ നിങ്ങൾ കുറെ കോർഡിനേഷൻ നിങ്ങൾ തോട്ടിൽ കൊണ്ടുവന്നിട്ടാണ്. കുറച്ച് കാര്യങ്ങളായിരിക്കും, ബേസിക് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒരാൾക്ക് ടീച്ച് ചെയ്യാൻ പറ്റുക. അത് വെച്ചിട്ട് പിന്നെ നിങ്ങളെ തോട്ട് വെച്ചിട്ടാണ് നിങ്ങളത് കറക്റ്റ് ചെയ്തെടുക്കുന്നത്, നിങ്ങളെ കോമൺ സെൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ ചിന്തകൾ നടക്കില്ല. അപ്പോൾ അതിലുണ്ടാവുന്ന ഡിസ്കംഫേർട്ട് നമ്മളെ ബിഹേവിയറിനെ ബാധിക്കും, നമ്മളെ തോട്ടിനെ ബാധിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും കണക്ഷനൊക്കെ ബാധിക്കും. ഇതിനെയാണ് ചിത്തഭ്രമം എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു മൂവിയിലൂടെയൊക്കെ വരുമ്പോൾ പബ്ലിക്, സാധാരണക്കാരുടെ ആളുകളിലേക്ക് എത്താനുള്ള, റീച്ചിലേക്ക് എത്താനുള്ള ഒരു വലിയൊരു മാർഗമാണ്. അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ശോഭനയുടെ ഒക്കെ കഥാപാത്രത്തെ പറ്റി നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. അപ്പോൾ ആ ചിത്തഭ്രമം പല തരത്തിലുണ്ട്, സ്കിസോഫ്രീനിയ പല തരത്തിലുണ്ട്. പക്ഷെ അതിൽ ചില ഭാഗങ്ങൾ കടന്നു പോകുന്നു ശോഭനയുടെ കഥാപാത്രത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡോക്ടർ, അപ്പൊ നമ്മൾ ചോദിക്കാനാണെങ്കിൽ ഇപ്പൊ ശോഭന എന്നൊരാളെ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാമല്ലോ. ആള് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ആ സിനിമയിൽ ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ് ശോഭന ആളുടെ ലൈഫിൽ. അതേപോലെ തന്നെ ചിലപ്പോൾ സ്ട്രെസ് ഭയങ്കരമായിട്ട് ഇതിനൊരു റീസൺ ആവാം. അപ്പൊ ഒരു സ്ട്രെസ് ഒരു സൈഡിൽ നമ്മൾ എടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഏതൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇന്നത്തെ ഒരു കാലത്ത് എസ്പെഷ്യലി സ്ട്രെസ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. സ്ട്രെസ്സിനെയും ഒരു ചിത്തഭ്രമത്തിനെയും നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു ഒറ്റപ്പെട്ട തോന്നലുകൾ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ലോൺനെസ് ഒക്കെ ഇതിന്റെ വൺ ഓഫ് ദ മെയിൻ സിംറ്റം ആണ്. സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമത്തിന്റെ ഒരു സിംറ്റം ആണ്. ഒരു വിഡ്രോൺ ആയിരിക്കും എല്ലാ കാര്യത്തിലും, നമ്മളൊരു ഇന്ററാക്ഷൻസ് ഒക്കെ കുറവായിരിക്കും. പിന്നെ പൊതുവെ ഇൻട്രോവേർട്ട് ആയിരിക്കും. സംസാരം പൊതുവെ കുറവ്, കൂട്ടുകെട്ട് കുറവൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ എക്സ്ട്രോവേർട്ട്, ഇപ്പൊ ഞാനൊക്കെ ഒരു എക്സ്ട്രോവേർട്ട് ആണ്. അശ്വതിനെ ഞാൻ കണക്കാക്കി പറയുന്നു ഒരു എക്സ്ട്രോവേർട്ട് ആണെന്ന്. മീൻസ് കാരണം നമുക്ക് ഫ്രണ്ട്ഷിപ്പും കുറച്ചൊക്കെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെന്റിലേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകളായിട്ടൊക്കെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ അങ്ങനെ സപ്രസ് ചെയ്യുക, അവരങ്ങനെ ഒതുക്കി മനസ്സിൽ കൂട്ടിവെക്കും. ഫ്രണ്ട് സർക്കിളൊന്നും അധികം ഉണ്ടാവില്ല. എന്നാൽ ബേസിക്കലി അവർ ഭയങ്കര ഇന്റലിജൻസ് ഒക്കെ ആയിരിക്കും. നല്ല നല്ല വലിയ വലിയ പൊസിഷനിലൊക്കെ ഇത്ര അസുഖമുള്ള ആളുകളൊക്കെ ഒരു മെഡിസിന്റെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിലും ഇരിക്കുന്നവരുണ്ട്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും. അവരങ്ങനെ അല്ലാത്ത രീതിയിൽ താഴ്ന്നു നിൽക്കുന്ന ആളല്ല. അപ്പോൾ നല്ല ഇന്റലിജന്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് അവരുടെ തോട്ടിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചില മെഡിക്കേഷൻസ് ആവശ്യമുണ്ടാവും. ഇവരെ നമുക്ക് എങ്ങനെയാണ് സർ, ഇപ്പം ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ് ഇവർക്ക് എന്ന് പറയാൻ പറ്റും? ഇപ്പൊ നമ്മളിപ്പോ ഞാൻ അഗൈൻ ശോഭനയെ തന്നെ ടാഗ് ചെയ്യാണ്.
ആള് പെട്ടെന്നൊന്ന് നാഗവല്ലി ആവുന്നുണ്ട്, എന്നാൽ ആള് പെർട്ടിക്കുലർ സമയത്ത് ഗംഗയുമാണ്. അതേപോലെ ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഇപ്പൊ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എടുക്കുവാണ്, ഇപ്പൊ നമ്മൾ ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കും ഇതുപോലെ 2 പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഒക്കെ ആവോ നമ്മള്? ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ബ്രെയിനിൽ നിന്നാണ്. അപ്പൊ ബ്രെയിനിൽ ചില കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ടായിട്ട് വ്യതിയാനങ്ങൾ വരുന്നത് നമ്മളെ ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതുപോലെ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. ഈ 2 കെമിക്കലിന് വരുന്ന വ്യതിയാനങ്ങൾ, ആ ഫ്ലക്ച്വേഷൻസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു അസുഖമായിട്ട് നിങ്ങൾ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ, ആ ഡോപ്പമിനും അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റും ഒക്കെ ഗ്ലൂട്ടാമേറ്റിന്റെ ഒക്കെ അളവ് കൂട്ടാനുള്ള ചില മെഡിക്കേഷൻസ് ആണ് നമ്മൾ തരിക. ആ മെഡിക്കേഷൻ തരുമ്പോൾ അത് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബിഹേവിയറിൽ ചേഞ്ചസ് വരും. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള കൗൺസിലിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ്ലി ബെറ്റർ ആയിരിക്കും. അതാണ് വേണ്ടത്. പക്ഷെ ഒരു സിംറ്റമാറ്റിക് ആയി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ കൗൺസിലിംഗ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആവില്ല. സാർ ഇപ്പൊ മെൻഷൻ ചെയ്ത ഈ സിംറ്റമാറ്റിക്, അതായത് ഇപ്പൊ എന്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരനോ എന്റെ കൂട്ടുകാരിക്കോ ഈ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അതായത് ഇതുവരെ ഇല്ലാത്തൊരു ക്യാരക്ടർ അയാളിൽ കാണുകയാണ് പെട്ടെന്ന്. അയാൾ വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ നിന്നിരുന്ന ആളാണ്, പക്ഷെ അയാൾ പെട്ടെന്ന് ഒരു വിഡ്രോൺ ആയിട്ട്, ഇപ്പൊ ഒരു നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ നമ്മളുണ്ടാവുമല്ലോ, കൂട്ടുകാരും ഗാദറിംഗ് ഒക്കെ, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. ഒരു ആൻസൈറ്റി, ഫിയർ ഒക്കെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സംതിങ് റോങ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ നേടുന്നത് നല്ലതാണ്. ഇത് തന്നെ പല റീസൺ കൊണ്ട് വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കെമിക്കൽ ഇത് വരാം. അത് കൂടാതെ നമുക്ക് ചിലപ്പോൾ ജനറ്റിക് ആയിട്ട് വരാം, പാരന്റ്സിന് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രഗ്നൻസിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വരാം, സ്ട്രെസ് വന്നിട്ട് ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്ന സ്ത്രീകളിൽ, അതെ, പ്രഗ്നൻസി പീരീഡിൽ വന്നിട്ട് അത് അവരിൽ എഫക്ട് ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് പുറത്തോട്ട് ചാടുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല റീസൺസ് ഉണ്ട്. ജനറ്റിക് ആയിട്ടുള്ളാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ പാരന്റൽ ആയിട്ട് തന്നെ പാരന്റ്സോ ആർക്കെങ്കിലും ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് അതിലേക്ക് വരാൻ ബർത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അത് കുറച്ചൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്തായിരിക്കും അത് പുറത്ത് ചാടുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായി പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു ഡയഗ്നോസിസ് ആണ്. അതുപോലെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ വേറെ ഡയഗ്നോസിസ് ഉണ്ട്. അപ്പൊ രണ്ടിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള പല കാരണം കൊണ്ട് വരാം. അതെന്താ നമുക്ക് ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുമ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സൈക്യാട്രിക് നമുക്ക് എപ്പോഴും ഹിസ്റ്ററി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നമ്മുടെ ജനറ്റിക്സുമായിട്ട് അതെ, ജനറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ പല പാർട്ട് കൊണ്ട് വരും. എന്തുകൊണ്ടാണ് വരാം? പിന്നെ നമുക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരാം. എന്തെങ്കിലും ചൈൽഡ്ഹുഡ് അബ്യൂസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ നിങ്ങൾക്ക് അത്ര നിങ്ങളെ തോട്ടിൽ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ഫേസ് ചെയ്ത് വരികയാണ്, നിങ്ങൾ പഠിക്കുകയാണ്, അതിന്റെ ഇമ്പാക്ട്സും അതിന്റെ നെഗറ്റീവ്സും ഒക്കെ നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോഴായിരിക്കും അത് പുറത്തോട്ട് ചാടുന്നത്. മനസ്സിലായില്ലേ? ഇത് അതുവരെ നിങ്ങൾ ചെറുപ്രായത്തിൽ അങ്ങനെ പോയി, പിന്നീട് നിങ്ങൾ പല കാര്യങ്ങളായിട്ട് ഫേസ് ചെയ്യുമ്പോഴാണ് ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ ബിഹൈൻഡ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ഗിൽറ്റി ഫീലിംഗും കുറ്റബോധവും നിങ്ങൾ ചെയ്തതിലുള്ള തെറ്റും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന പലതരത്തിലായിരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കുമ്പോൾ നിങ്ങളൊരു കൂട്ടുകാരിയോട് പറയുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളാടോ, ഇതൊന്നും വലിയൊരു പ്രശ്നങ്ങളല്ല, അത് വിട്ടേക്ക്, ഇപ്പം നിനക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇത്തരം പേഴ്സണാലിറ്റീസ് അങ്ങനെ വിടത്തില്ല. അങ്ങനെയുള്ള ആ ഒക്കേഷൻ എന്നാലും ഞാൻ അത് ചെയ്തില്ലേ, എന്നാലും അത് ഞാൻ പാടില്ലായിരുന്നു, എനിക്കത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അനുഭവിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചിന്തിച്ച് അതിന്റെ മുകളിൽ കുറ്റപ്പെടുത്തും. അതൊക്കെ ഒരു സിംറ്റം ആണ്. അതൊക്കെ ഇതിൽ വരാം. അതായത് ലോ സെൽഫ് എസ്റ്റീം, അതായത് നമ്മളെ പറ്റിയിട്ട് തന്നെ നമ്മൾ പോരാന്നുള്ളൊരു തോന്നലുകൾ. നമുക്ക് ഉള്ള കഴിവുകൾ തന്നെ പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്കത് എനർജറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാനും ഒക്കെ കഴിയണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, എന്നാൽ കുറെ പോസിറ്റീവ്സ് ഉണ്ടാവും. ഉള്ള പോസിറ്റീവ്സ് എടുത്ത് മുന്നോട്ട് പോയാലല്ലേ നിങ്ങൾക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ പിന്നോട്ട് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിവുള്ള കഴിവുകളെയും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആ ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരും. ഡെഫിനറ്റ്ലി ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകൾ, ഈ ഇത്തരം ആളുകളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ കൂട്ടുകാരാരാണെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ട് ഏർലി ഓൺസെറ്റിൽ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും ഭേദമാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ മെഡിക്കേഷൻ ചിലപ്പോൾ കുറച്ച് പ്രൊലോങ് പീരീഡ് കഴിക്കേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു ഉൾവലിച്ചിൽ എല്ലാ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ കുറവ്, സംസാരങ്ങൾ കുറവ്, ഒരു ആൻസൈറ്റി, ഫിയർ, ഈ ഇമോഷണൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അല്ലാത്തൊന്നും ഒരു മാറി നിൽക്കല്. ഇപ്പോൾ ആളുകൾ ഗസ്റ്റുകളൊക്കെ നമ്മൾ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിൽ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളോട്ട് വലിഞ്ഞു പോവുക, പെട്ടെന്ന് ഇങ്ങനെ ഉള്ളോട്ട് കാണില്ല, ആളെ കാണില്ല. അതുവരെ അവിടെ നമ്മളെ നിങ്ങൾ ക്ലോസ് സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ഇവരായിട്ടൊക്കെ സംസാരിക്കും, പാരന്റ്സ് ആയിട്ടൊക്കെ. പക്ഷെ ഞാനിപ്പോ നിങ്ങളുടെ റിലേറ്റീവ് ആണ്, ഞാൻ നിങ്ങളെ വീട്ടിൽ കയറി വരുമ്പോൾ പുള്ളിക്കാരത്തി ഉള്ളിൽ പോയി എന്താണെന്ന് അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്ത് കഴിഞ്ഞാലായിരിക്കും വരുന്നത്. കാരണം അവർക്ക് എന്നായിട്ട് ഫേസ് ചെയ്യാനോ മറ്റേനോ ഒരു താല്പര്യം വരുന്നില്ല.
അപ്പൊ എന്തോന്നറിയില്ല, അവരെ തോട്ടില് എന്തൊക്കെ സംതിങ് ഡിസ്റ്റർബൻസ് എന്നെ വെച്ചിട്ടോ എങ്ങനെയോ അവർക്ക് ഫീൽ ചെയ്യാണ്. അത് എന്താന്നുള്ള അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് നമുക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി, എസ്പെഷ്യലി ഡോക്ടറൊക്കെ ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ അവരത് ഓപ്പൺ അപ്പ് ആവുള്ളൂ. സർ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളിലും നമ്മൾ ഇതുപോലത്തെ ഒരു കൈൻഡ് ഓഫ്, അതായത് ചിലപ്പോൾ അവർക്ക് അധികം അറിയുന്ന ആൾക്കാരുമായിട്ട് അവർ ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ച്, അതായത് ഇപ്പൊ കൊച്ചുകുഞ്ഞു ബേബീസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മേ ബി ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാവാം. അപ്പൊ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇതുപോലെ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് അവർ പെട്ടെന്ന്, മേ ബി ഒരു സോഷ്യൽ ബേബി ആയിരിക്കാം, പക്ഷെ എന്നാൽ ഒരു പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചറെ കാണുമ്പോൾ ഒന്ന് ഉൾവലിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇതിനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഏജിൽ നമുക്ക് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഫർദർ നമ്മൾ കുറച്ചുകൂടി ക്ലാസ്സിലൊക്കെ പോയി പിയർ ഗ്രൂപ്പായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കറക്റ്റ് പിക്ചർ കിട്ടുക. അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് കിട്ടും, ഇയാളിങ്ങനെ മാറി നിൽക്കുന്നത് ഒരു ഒറ്റപ്പെട്ട, അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ മാറും. അപ്പൊ ഞങ്ങൾ ഒരു പേഷ്യന്റിനെ അത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ കുറെ ഫാക്ട്സ് നോക്കിയിട്ടാണ്. നമ്മൾക്ക് തമാശക്ക് പറയും ഇവർക്കെല്ലാം കണ്ടാലും മാനസികരോഗമാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് തോന്നുള്ളൂ എന്നൊക്കെ. അതൊന്നല്ല, അതിനൊക്കെ ഓരോന്നിനും ഓരോ മെഡിക്കൽ സയൻസിൽ ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിൽ ഇപ്പൊ പേരന്റ്സ് ആയിട്ടുള്ളവർ കേൾക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന, നമ്മുടെ മക്കളിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഇപ്പൊ സാറ് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. അതായത് കുട്ടികളുമായിട്ട് അവർ സ്കൂളിൽ എങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ച് ചോദിക്കാം. കാര്യം ഇപ്പൊ നമ്മൾ ഒരു ലിസണർ ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരന്റ്സ് ഉണ്ട്, ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മക്കളുടെ ആ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട്, അവരുടെ ടീച്ചേഴ്സുമായിട്ട് എന്തായാലും കണക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ലിസണേഴ്സിനും ഇതുപോലെ ചിത്തഭ്രമവുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ, ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ എന്തെങ്കിലും ഒരു തരി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഡോക്ടർ ഇസ് ഹിയർ വിത്ത് us. ഇദ്ദേഹം നമ്മളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ന്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജനറേഷന്റെ ഇപ്പൊ വേടന്റെ വാർത്ത വളരെയധികം ഭയങ്കര ആള് വളരെ യങ് ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ ഓഫ് കോഴ്സ് അൺഫോർച്ചുനേറ്റ്ലി ആളുടെ ഷോസിനും പ്രോഗ്രാംസ് ഒക്കെ വേണ്ടി ആൾ വളരെ, എന്താ പറയാ, ക്യാമറ നോക്കി തന്നെ പറയുന്നുണ്ട് ഞാനിത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ എം റിയലി സോറി. ആൾ ഇതും പറയുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അനിയന്മാരോട് ഞാൻ സോറി പറയാണ്, നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യരുത് എന്നുള്ളതും ആള് പറയുന്നുണ്ട് കൂടെ. പക്ഷെ ഓഫ്കോഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആള് ഇതുപോലെ ഇതൊക്കെ യൂസ് ചെയ്യുന്നു പറയും. പക്ഷെ ഇതും ചിത്തഭ്രമവും എവിടെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഓഫ്കോഴ്സ് ഇവർക്ക് ഒരു എനർജി കിട്ടാനും സ്ട്രെസ് ഫ്രീ ആവാനും ഒക്കെ ആയിരിക്കും ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷെ അതും ഈ ചിത്തഭ്രമവുമായിട്ട് അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചിത്തഭ്രമമായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ ബ്രെയിനിലാണ് നമ്മൾ എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത്തരം മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സ്റ്റിമുലന്റ് ആണ്, നമുക്കൊരു ആക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു എനർജി, ഹൈപ്പർ എനർജറ്റിക് ആയിട്ട് കിട്ടുമ്പോൾ ഈ ഡോപ്പമിനൊക്കെയാണ് അത് തട്ടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ചില കെമിക്കൽ ഇംബാലൻസ് ആണ് ഇതിന് പ്രശ്നമെന്ന്. ആ കെമിക്കൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഡ്രഗ്സ് കഴിക്കുമ്പോഴും, ഇപ്പോ MDMA ആണെങ്കിലും അതുപോലെ മറ്റ് കെമിക്കൽസ് കഴിക്കുകയാണെങ്കിലും, അത് ഹൈബ്രിഡ് ആയിട്ടുള്ള കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിനെയാണ് ഉത്തേജനം നൽകുന്നത്. അപ്പോഴാണ് ഹൈപ്പർ എനർജറ്റിക് ആക്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്, ഇവരൊക്കെ പെർഫോമർ ആണല്ലോ, പെർഫോമേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പെർഫോമൻസ് ആണ് നന്നാവേണ്ടത്. അപ്പൊ ആ പെർഫോമൻസ് നന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഹൈപ്പർ എനർജറ്റിക്കും ഒരു പ്ലസന്റ് മൂഡും വരിക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം നിങ്ങളൊരു മൂഡി ആയിട്ടല്ലല്ലോ നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിന് പോയി നിൽക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എനർജറ്റിക് ഫീൽ ചെയ്യും. ആ ടയർഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ഇത് പുഷ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ പോകും. ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഈ വേടന്റെ കഥ അടക്കം പറഞ്ഞ മാതിരി പല ആളുകളും ഇതിലിപ്പോ അദ്ദേഹം സോറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സൈൻ ആണ്. ദറ്റ് മീൻസ് അയാൾ റിയലൈസ് ചെയ്യുന്നുണ്ട് കുറച്ച് അതിന്റെ ഒരു മറ്റു വശം. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ, അയാൾ അതിനെ ഡിഫെൻഡ് ചെയ്യാം, അതിനോട് അത് ശരിയാണ്, അതിനെന്താ കുഴപ്പമെന്നുള്ള രീതിയിലാണ് പറയാം. പക്ഷെ അദ്ദേഹം അത് പറയുന്നത് വെച്ചാൽ അതിന്റെ അയാളെ നല്ലൊരു മനസ്സ് അതിനെ അയാളെ പറയാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് അതിന്റെ പുതിയ ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ ഇത് നിങ്ങളാരും ഫോളോ ചെയ്യരുത്. അപ്പൊ അയാൾക്ക് ചില സമയത്ത് അയാളുടെ മൈൻഡ് വളരെ പെർഫെക്റ്റ്. പക്ഷെ അയാളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ, എനിക്ക് കൂടുതലൊന്നും അദ്ദേഹത്തിനെ പറ്റി അറിയില്ല എങ്കിലും അറിഞ്ഞിടത്തോളം മനസ്സിലാക്കുന്ന വെച്ചാൽ ഇങ്ങനത്തെ വ്യക്തിത്വങ്ങളൊക്കെ ഇതിൽ പെട്ടുപോവാണ് യാദർച്ഛികമായിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എനർജറ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫീൽ വരും. ആ ഫീൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, ഒരു അഡിക്റ്റീവ് സ്വഭാവം നമുക്ക് മനുഷ്യർക്കൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് പിന്നെ നമ്മളെ കൺട്രോളിങ് ആവും. പിന്നെ അത് വിടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്ട്രീം ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ലത്താർജിക് ആയിട്ടൊക്കെ തോന്നും. അങ്ങനെ ലത്താർജിക്കായി തോന്നുമ്പോൾ എന്താ, പെട്ടെന്ന് അശ്വതി ഇപ്പൊ നല്ല ആക്റ്റീവായി നിന്നിരുന്ന ആള് പെട്ടെന്ന് ഡൗൺ ആവുമ്പോൾ എല്ലാവരും നിങ്ങളെ സ്ഥിരം മോണിറ്റർ ചെയ്യുന്ന ഒരാൾ
പറയും എന്ത് പറ്റിയ അശ്വതി ആകെ വീക്കാണല്ലോ, ഇങ്ങനെ നല്ല സാധാരണ ഭയങ്കര എനർജറ്റിക് ആണല്ലോ, അത് നിങ്ങളെ വീണ്ടും ഇത് കഴിക്കാനുള്ളൊരു ചാൻസിലേക്ക് പോകും. അങ്ങനെയാണ് മെജോറിറ്റി ആളുകൾ ഇതിലേക്ക് വീണ്ടും. ഒരു ദിവസം അവരുടെ പ്രോഗ്രാം നന്നായില്ലെങ്കിൽ അപ്പൊ അവർ കാരണം നിങ്ങളെ സ്റ്റാൻഡ് അതാണ്, നിങ്ങളൊരു പ്രൊഫഷൻ അതാണ്, നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് വീണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യും, അതിലേക്ക് ചെയ്യും. പിന്നെ കുറെ ആൾക്കാർക്ക് സംഭവിക്കും, നമ്മുടെ അടുത്ത് യൂഷ്വലി കേൾക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇത് ഉപയോഗിക്കണമെന്നുണ്ട്, ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നുമില്ല, പക്ഷെ അതിന് സാമ്പത്തിക ഭദ്രത ഇല്ല, ഐ മീൻ സാമ്പത്തികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അതിനുള്ള ചാൻസുകൾ നോക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരികളെയോ കൂട്ടുകാരന്മാരെയോ പരിചയപ്പെടുത്തി കൊടുക്കും ഇതിന്റെ കാരിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവർ ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളത് ചിലപ്പോൾ ഫ്രീ ആയി കിട്ടും. അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാത്ത ഒരു കാരിയർ ആയി മാറുകയാണ്. അതിപ്പോ എല്ലാവരും അങ്ങനെ ആയിക്കോളുന്നില്ല, ചിലർക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ചെയിൻ ഒരു മണി ചെയിൻ മാതിരി ഇങ്ങനെ വൈഡ് ആയിട്ട് പോവാണ്. പിന്നെ ഇതിന് പ്ലസ് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇത് ഇത്രയും കൂടാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുൻകാലത്ത് നമുക്ക് ആകെ ഒരു ലഹരി മാത്രമേ അറിയുള്ളൂ, എന്താ വെച്ചാൽ ആൽക്കഹോൾ മാത്രമേ. ഈ ആൽക്കഹോളിന്റെ കുറെ നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞു കേൾക്കും. കാരണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാനിപ്പോ ഇതും ഉപയോഗിച്ച് ചെല്ലുമ്പോൾ എന്റെ വീട്ടുകാരെല്ലാം ഐഡന്റിഫൈ ചെയ്യും, വീട്ടുകാരെ ഐഡന്റിഫൈ എന്റെ സ്മെല്ല് കാര്യങ്ങളും എന്റെ ബിഹേവിയർ ഇതൊക്കെ. അപ്പൊ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ മണിക്കൂറുകൾക്കനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ 4 hours 5 hours 6 hours ഇപ്പൊ ത്രൂ ഔട്ട് നൈറ്റ്. അപ്പൊ എന്റെ പ്രോഗ്രാം നൈറ്റ് രാവിലെ വരെയുള്ള പ്രോഗ്രാം ആണെന്ന് അതിനനുസരിച്ച് എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം കെമിക്കലാണല്ലോ, ആ കൺട്രോളിൽ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വരും ചെയ്യും. എന്റെ വീട്ടുകാരൊന്നും എനിക്ക് അതിലേക്ക് അവരെ ശ്രദ്ധ പറ്റിക്കാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ അത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അതൊരു ഇവരൊരു അറിയാതെ തന്നെ ഒരു എൻകറേജിങ് ആണ്, അവരെ അറിയാതെ തന്നെ സംഭവിച്ചു. അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് എസ്പെഷ്യലി കുട്ടികളൊക്കെ ഇതിലേക്ക് പെടുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എവിടെ വരുന്നത് വെച്ചാൽ ഈ ബ്രെയിനിന്റെ പല വർക്കുകളെയും അത് ബാധിക്കും. അത് യൂഷ്വലി വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ഈ മെമ്മറീനെ നല്ലോണം ബാധിക്കും, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും, തോട്ട്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ആകെപ്പാടെ ഒരു സംതിങ് എന്തോ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് അങ്ങ് ക്ലിക്ക് ആവില്ല, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മനസ്സിലാവാത്ത രീതിയും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നുള്ളത്. അപ്പൊ അതുവരെ ഇല്ലാത്തൊരു ബിഹേവിയർ നിങ്ങൾ കാണുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പഠിക്കും. അപ്പൊ ഇതിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ ഏത് അസുഖങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ടോപ്പിക് ചിത്തഭ്രമമാണ്. ഈ ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ മാനസിക രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടായി കണക്കാക്കപ്പെടുന്ന ഒരു അസുഖമാണ് ചിത്തഭ്രമം അഥവാ സ്കിസോഫ്രീനിയ. ഇതൊക്കെ ശരിക്കും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്തിട്ട് നമ്മളെ തൊഴിലായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കോപ്പ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അതല്ലാതെ മെജോറിറ്റി കേസുകൾ ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറെ വല്ല ബാധ നമ്മളെ മേലെ കൂടി അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോയിട്ട് ഡെലൂഷൻസ് പറയും നമ്മൾ, ഫോൾസ് ബിലീഫ്. ഐ വാസ് അബൌട്ട് ഞാൻ അത് ചോദിക്കാൻ വരുന്നത്. ഫോൾസ് ബിലീഫ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. രണ്ട്, ഞാൻ എവിടെയോ ഇതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സാറ് വരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ പറ്റി സെർച്ച് ചെയ്തപ്പം ഞാനൊരു മിത്താവാം അത് ഞാൻ വായിച്ചു. ഈ ചിത്തഭ്രമമുള്ള ആൾക്കാര് അവര് ഭയങ്കര ക്രിയേറ്റീവ് ആവാനുള്ള സാധ്യത കൂടെ ഉണ്ടെന്നുള്ളത്. അത് ഇറ്റ് ക്യാൻ ബി റോങ്, ഐ ഡോണ്ട് നോ. അത് ഞാൻ ഡോക്ടറോട് തന്നെ ക്ലാരിഫൈ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവര് ഭയങ്കര ബുദ്ധിശാലികളായിരിക്കും, ഇവർക്ക് അങ്ങനത്തെ ഡെഫിഷ്യൻസി ഇല്ല. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഭയങ്കര ഷ്രൂഡായിരിക്കും, ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര നൈപുണ്യം കാണിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഷാർപ്പ് ചെയ്ത് എടുക്കുന്ന ആ ആളുകൾക്ക് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മളത് നിങ്ങൾക്ക് മെഡിസിൻ തന്നാൽ എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് നോർമാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല, മെന്റൽ ഇൽനെസ് ആർ ട്രീറ്റബിൾ ആൻഡ് ക്യൂറബിൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പണ്ടൊന്നും ആയിരിക്കും മാനസിക രോഗം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. അപ്പൊ മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ ഒരു രോഗമായിട്ട് കണക്കാക്കാൻ അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കണം മാനസിക രോഗത്തിന്. മനസ്സിനെ ബാധിക്കുന്ന രോഗത്തിനാണ് മാനസികം എന്ന് പറഞ്ഞത്. അത് എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്തരം ഫോൾസ് ബിലീഫ് എല്ലാ റിലീജിയനിലും എല്ലാ സമയത്തും ഉണ്ടാവും. കാരണം അത് നമ്മളെ തോട്ടിനെ എങ്ങനെ ട്യൂൺ ചെയ്യണോ അതനുസരിച്ചിരിക്കും. നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, വലിയൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഈ തോട്ട്സ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കാർന്നെടുക്കും. സ്വാഭാവികമായിട്ട് നിങ്ങളിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ എനിക്ക് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മുടെ ലിസണേഴ്സിന് എല്ലാവർക്കും ഈ ചിത്തഭ്രമം എന്താണ്, ഇത് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ സിംറ്റംസ് എന്താണ്, കാര്യങ്ങളൊക്കെ വളരെയധികം വ്യക്തമായി തന്നെ വിശ്വസിക്കുകയാണ്. ആൻഡ് ഐ ബിലീവ് സർ, ഇപ്പൊ സാർ പറഞ്ഞതുകൊണ്ട് തന്നെ പല കാര്യം ഇപ്പൊ എനിക്ക് ടു ബി ഓണസ്റ്റ് ആദ്യം തന്നെ സൈക്കാട്രി ആൻഡ് സൈക്കോളജിസ്റ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ അനീസ് അലി സർ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സർ. അതുപോലെ ഈ ഒരു സിംറ്റം ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം, വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ആവാം, ഇതുപോലെ ഒരു സിംറ്റം അല്ലെങ്കിൽ അവരൊന്ന് ഇൻട്രോവേർട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് അവരിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ, ഇതിപ്പോ സാർ പറഞ്ഞത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊന്നും വലിയൊരു പ്രശ്നമായി എടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനൊക്കെ ട്രീറ്റ് ചെയ്യാനാണ് ഡോക്ടർ പോലത്തെ ആൾക്കാരൊക്കെ ഉള്ളത്. സോ ജസ്റ്റ് റീച്ച് ഔട്ട് ടു ദം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യുക. അദ്ദേഹത്തിനൊന്നും നിങ്ങളെ പേഴ്സണലി അറിയുന്ന പോലുമില്ല. ജസ്റ്റ് കം
അവരോടൊന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ, നിങ്ങളുടെ എന്താണ് പ്രോബ്ലം ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദേ ആർ ദ റൈറ്റ് പീപ്പിൾ. മേ ബി നിങ്ങൾക്ക് ഇനീഷ്യലി ചിലപ്പോൾ ഒരു മെഡിക്കേഷന്റെ പോലും ആവശ്യമുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഇവരുടെയൊക്കെ ഒരു പേടി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഹെഡ് ഡൗൺ ടു ഡോക്ടർ അനീസ് അലി. അദ്ദേഹം MBBS DPM MD സൈക്കാട്രി സ്പെഷ്യലിസ്റ്റ് സൈക്കാട്രി ആണ്. റെയ്ഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ ഷാർജയിലാണ് സിറ്റുവേറ്റഡ് അല്ലെ. അപ്പൊ എന്തായാലും ഡോക്ടറിന്റെ അവൈലബിൾ ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ്സോ ലോൺലിനെസ്സോ അതുപോലെ മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ മേക്ക് ഷുവർ യു ആർ ഹെഡിംഗ് ഡൗൺ ടു റെയ്ഹാൻ ഗൾഫ് മെഡിക്കൽ സെന്റർ. ഡോക്ടർ, ഒരുപാട് സന്തോഷം ഇന്ന് ജോയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. Radio Kerala 1476